പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്ന് കുറച്ച് ദിവസമായി ഇങ്ങനെ ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. അതായത് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തുടർച്ചയായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി എന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാൻ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു. പുലർച്ചെ ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തെ ഇനി ഞങ്ങൾ പ്രതിരോധിക്കും. മാത്രമല്ല, ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സ്കൂളുകൾക്ക്, ഓഫീസുകൾക്കൊക്കെ അവധി നൽകിക്കൊണ്ട് ശക്തമായ പ്രതിരോധം അവർ തീർത്തുകൊണ്ട് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ആയത്തുള്ള അലി ഖമനേയി പറയുന്നു. അപ്പം അമേരിക്കയും ഇറാനും തമ്മിൽ ഞായറാഴ്ച ഈ ആണവ നിർമ്മാർജ്ജനം സംബന്ധിച്ചുള്ള ഒരു കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനിരിക്കുകയാണ്. അതായത് 6ാം ഘട്ട ചർച്ച. ഈ ചർച്ചയിൽ പ്രത്യേക തീരുമാനമൊന്നും ഉണ്ടാകില്ലെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികളിൽ നിന്ന് നയതന്ത്ര പ്രതിനിധികളെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ തന്നെ തിരിച്ച് അമേരിക്കയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇതിന് ട്രംപ് പറഞ്ഞത് അത് അപകടം പിടിച്ച സ്ഥലമാണെന്നാണ്. അതായത് ഇറാനെ ഇസ്രായേൽ എന്തായാലും ആക്രമിക്കും, പിന്നിൽ അമേരിക്ക ഉണ്ടാകും. അങ്ങനെ ആക്രമിച്ചാൽ അമേരിക്കയിൽ പോയി തിരിച്ച് ആക്രമണം നടത്താൻ ഇറാന് സാധിക്കില്ല. പകരം ഇറാന് ചെയ്യാൻ കഴിയുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ബഹ്റിന്, അതുപോലെ തന്നെ സൗദി അറേബ്യ, പിന്നെ കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ മേഖലകളിലുള്ള അമേരിക്കയുടെ നേവൽ ബേസ്, അമേരിക്കയുടെ ഈ സൈനിക കേന്ദ്രങ്ങളുണ്ട്, ഇവയ്ക്ക് നേരെ ആക്രമണം നടത്തും. ഇത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പം ഏറ്റവും അടുത്തുള്ള ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ ഏതാണ്ട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ, വളരെ അത്യാവശ്യം ജോലി ചെയ്യേണ്ട ആളുകളെ ഒഴിച്ച് മറ്റുള്ളവരെ മുഴുവൻ ഒഴിപ്പിച്ചത്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ച സ്ഥിതിക്ക് ഇറാൻ്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയായ അസീസ് നാസർ സദെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, കാരണം ഞങ്ങൾ ഈ ഒരു ഭീഷണിയുമായിട്ട് ഇനി അംഗീകരിക്കില്ല. അമേരിക്ക പറയുന്നത് പോലെ ഞങ്ങൾ ഈ പറയുന്ന സമ്പുഷ്ട യുറേനിയം നിർമ്മാണവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഞങ്ങളുടെ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയുണ്ട്, മെഡിക്കൽ രംഗത്ത് ഇത് ആവശ്യമുണ്ട്. ഞങ്ങളുടെ 100 കണക്കിന് ഗവേഷകർ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരൊക്കെ പ്രയത്നിച്ചിട്ടാണ് ഈ പറയുന്ന സമ്പുഷ്ട യുറേനിയം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഏതാണ്ട് 60% ഔദ്യോഗിക കണക്കെങ്കിലും ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചില വിവരങ്ങൾ പുറത്തു വന്നത് ഇവർക്ക് ഏതാണ്ട് 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അതുകൊണ്ട് ഇനി ഇവർ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞോ എന്ന് പോലും സംശയമുണ്ട്. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ 1971 സദ്ദാം ഹുസൈൻ ജൈവായുധം നിർമ്മിച്ചു എന്ന് പറഞ്ഞ് അമേരിക്ക ആക്രമണം നടത്തിയതാണ്. പക്ഷേ പിന്നീടുള്ള പരിശോധനയിൽ അങ്ങനെയൊന്നും കണ്ടെത്തിയില്ല. ഒടുവിൽ സദ്ദാം ഹുസൈനെ പിടികൂടുന്നു, പിന്നീട് തൂക്കിക്കൊല്ലുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉള്ള സ്ഥിതിക്ക് അമേരിക്ക എന്തായാലും ഇറാനെ ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെയാണ് ഇസ്രായേൽ രംഗപ്രവേശം ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ 30-40 വർഷമായി ഇസ്രായേലിന് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതിനെല്ലാ പിന്തുണയുമായിട്ട് അമേരിക്ക നിൽക്കുകയും ആയുധ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്തു. ഇവിടെ അമേരിക്ക പറയുന്നത് കേൾക്കാതെ ഇറാൻ ആണവ ആയുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്നില്ല, പകരം ഇസ്രായേലിനെ മുമ്പിൽ നിർത്തി ആക്രമിക്കും. ഇത് ഞായറാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാവൂ എന്നാണ് ലോകം കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കനത്ത ആക്രമണം ഇറാന് നേരെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ടെഹ്റാനിലെ പല കെട്ടിടങ്ങളും കത്തിയെരിഞ്ഞു, തകർന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിറിയയും ഇസ്രായേലും തമ്മിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു ചർച്ച നടത്താനിരിക്കുന്നു. അതിൽ ട്രംപ് മധ്യസ്ഥത വഹിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇപ്പോൾ ഒരു ശീതസമരത്തിലാണ് എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു. അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നിപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ പശ്ചിമേഷ്യ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായി വരണം എന്ന് അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് കാരണം പറയുന്നത് അമേരിക്കയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നിലകൊള്ളുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജനങ്ങൾ പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖലയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിയും. മാത്രമല്ല, ഇറാനെ തകർക്കാനായിട്ട് ഇസ്രായേൽ എത്രയോ കാലമായി നോക്കി നടക്കുന്നു. ഇവിടെ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാനിയൻ പരമോന്നത നേതാവ് പിടിവാശി പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ
ഞങ്ങൾ അവിടേക്ക് ആക്രമണം നടത്തുന്നു എന്ന രീതിയിൽ കഥ രചിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കും. അപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം പുകയുന്നു, അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക വലിയ ആശ്വാസം കൊണ്ടിരുന്നു. അപ്പോൾ ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ സ്വാഭാവികമായും അമേരിക്കയുടെ മനസ്സറിവോടെ തന്നെയാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആണവ സംഭരണ കേന്ദ്രങ്ങളൊക്കെയുള്ള ഇറാൻ്റെ ഈ മേഖല എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭൂഗർഭ അറയിലും മറ്റുമാണ് ഈ സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടത്തുന്നത്, അവ സൂക്ഷിച്ചു വെക്കുന്നത്, ഗവേഷണ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് കൃത്യമായി ആക്രമണം നടത്തണമെങ്കിൽ ഇസ്രയേലിന് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉൾപ്പെടെ ലഭിക്കണം. അപ്പോൾ ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾക്ക് ഈ ടാർഗറ്റിനെ കുറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, മൊസാദ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരത്തിൽ ആക്രമണം നടത്തും. നമുക്ക് നേരത്തെ അറിയാം, ഇറാൻ ഏതാനും മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ശക്തമായ ആക്രമണം ഇറാന് നേരെ നടത്തിയിരുന്നു. അന്ന് അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് ഈ ഓയിൽ ഫീൽഡ് അതുപോലെ ആണവ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ആക്രമണം നടത്തിയത്. അന്ന് വലിയ തിരിച്ചടിയാണ് ഇറാന് കിട്ടിയത്. അവിടുത്തെ വൈദ്യുതി പോലും പ്രതിസന്ധിയിലാക്കിയത് ആ ആക്രമണമാണ്. ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചോളൂ, ട്രംപിൻ്റെ നിർദ്ദേശമാണ്. കാരണം ഇത്തരത്തിൽ ഇസ്രയേലിന് എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ ടാർഗറ്റുകളും ഉണ്ട് എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹു ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ആക്രമണം ഉണ്ടാകുമെന്ന് മനസ്സിലായതോടെ ഇറാൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടു. അതായത് ഇസ്രയേലിൻ്റെ ആണവ പദ്ധതികളുടെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും ആക്രമണത്തിന് പദ്ധതി ഇടുവാണെങ്കിൽ അതിൻ്റെ റൂട്ട് മാപ്പ് അടക്കം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ചോർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ അവിടേക്ക് ചില സൈബർ അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾ വെളിവാക്കുമെന്ന് പറയുന്നു. അങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യങ്ങൾ ഇറാൻ വെളിവാക്കുമെന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളിയും ഇവർ നടത്തുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇസ്രായേൽ 80% ഗാസ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇറാൻ ചെയ്യുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ ബോംബ് സ്ഫോടനങ്ങൾ, ചാവേർ ആക്രമണങ്ങൾ, വാഹനങ്ങളും മറ്റും ഇടിച്ചു കയറി ആക്രമണം നടത്തൽ, അങ്ങനെ പ്രോക്സികളെ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധതന്ത്രത്തിന് ഇറാൻ പദ്ധതി ഇടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലും അത്തരം ആക്രമണങ്ങൾ നടത്താം, അതായത് പല രാജ്യങ്ങളിൽ. കാരണം ഈ കുടിയേറി വന്ന ഈ ഇറാൻ പ്രോക്സികളായ പല ആളുകളുമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ബഹ്റിനിൽ, സൗദി അറേബ്യയിൽ, കുവൈറ്റിൽ അങ്ങനെ ഉൾപ്പെടെയുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും തകർത്തിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇറാൻ ആ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആയത്തുള്ള അലി ഖമനേയി തന്നെ പറയുന്നുണ്ട്. അവരുടെ പ്രതിരോധ മന്ത്രിയായ അസീസ് നാസർ സാദെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അമേരിക്കയുടെ ഭീഷണി കേട്ട് പിന്നോട്ട് പോകില്ല, ആക്രമണമാണെങ്കിൽ പ്രത്യാക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇസ്രയേൽ ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മൊസാദ് ഉൾപ്പെടെയുള്ള അവരുടെ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇറാന് നേരെ തിരിയുന്നു എന്നുള്ളത് ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾ ഇറാന് നേരെ തിരിയുന്നു, ഇത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടത്താനായിട്ട് ഇറാൻ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇസ്രയേൽ ഞായറാഴ്ചത്തെ ചർച്ചകൾക്ക് മുമ്പായി തന്നെ ഇറാന് നേരെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ആ രാജ്യത്തിനുണ്ടായിരുന്നു. അതിനൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ഒരുപക്ഷെ ട്രംപ് പിന്തുണച്ചില്ലെങ്കിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹു അവിടേക്ക് ആക്രമണം നടത്തും. കാരണം നെതന്യാഹുവിൻ്റെ രാജ്യത്തും ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹമാസ്, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായിട്ടും തീർത്ത് കളയാൻ ഇസ്രായേൽ ശ്രമിക്കാത്തത്? ഒപ്പം ഇറാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ചരട് വലിച്ചത്. ആ ഇറാനെ എന്താണ് നമ്മൾ ആക്രമിക്കാത്തത്? അപ്പം ഈ ആണവ പദ്ധതിയുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചത്. ഇനിയും തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഇസ്രായേലും ഇറാനും ജാഗരൂകരായി നിലകൊള്ളുന്നു എന്നുള്ളത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.